വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഈ അപ്പർ റൂം പ്രയർ ലൈനിൽ ഒന്ന് കടന്നു വരുവാൻ കർത്താവ് അവകാശം ഒരുക്കി. ദൈവം ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞങ്ങള് ഇവിടെ UP-യില് ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വിലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ്, 1-2 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ഈ പ്രയർ ലൈനിൽ ഒന്ന് വരുവാൻ കർത്താവ് സാവകാശം ഒരുക്കി. അന്ന് എൻ്റെ സാക്ഷ്യം 1 മണിക്കൂറത്തെ സമയം കൊണ്ട് എൻ്റെ സാക്ഷ്യം ഒന്ന് ഞാൻ ചുരുക്കി പറയാൻ ഇടയായി തീർന്നു. പലർക്കും അത് ഒരു അനുഗ്രഹമായിരുന്നു. ഇന്ന് ഇപ്രകാരം ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജോസഫ് മാത്യുവിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടെ കേട്ട നല്ല വചന ചിന്തകൾക്കായി സ്തോത്രം. അവസാന ചില മിനിറ്റുകൾ ഞാൻ അതിൽ സംബന്ധിക്കുവാൻ കർത്താവ് അവകാശം ഒരുക്കി. നല്ല 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 ചിന്തകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മള് ആഴ്ച ഒരിക്കൽ ചെയ്യുന്നതല്ല കർത്താവിന്റെ വേല. നമ്മള് 24/7 എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷ രീതികൾ, അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങളൊരു പക്ഷെങ്കിൽ കേട്ട് കാണുമായിരിക്കും, ഇവിടെ UP-യിൽ അംബേദ്കർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ ദൂരമാണ്. അംബേദ്കർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ ജോസ് പാപ്പച്ചനെ അദ്ദേഹം 2023 8 മാസം ജയിലിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രിയ ആന്റി. ഞാൻ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ MD പഠിക്കുമ്പോൾ ഈ ദേവദാസൻ അവിടെ BTH പഠിച്ചായിരുന്നു. എനിക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടപ്പം, അന്നേരം ഈ ഫോട്ടോയിലൊക്കെ ഒത്തിരി ക്ഷീണിച്ച ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എന്നാൽ അദ്ദേഹം 8 മാസം ജയിലിലായതിനു ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്നെ ഫോണിൽ വിളിച്ചു. അപ്പം ഞാനുമായിട്ട് കുറച്ച് 1-2 പ്രാവശ്യമൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെ ഇച്ചിരൂടെ അടുത്തറിയാൻ കഴിഞ്ഞത്. വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. എനിക്കറിയാം നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സരോജിനി മാമയും എനിക്ക് ആ വിഷയം ഒന്ന് എനിക്ക് ഷെയർ ചെയ്തിരുന്നു. ഞാൻ ആ ഒരു ലിങ്ക് എനിക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യട്ടെ. പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറയുന്ന ഒരു സംഘടന, പാസ്റ്റർ ഷിബു തോമസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ വിട്ട് ഈ കേസ് ഒന്നുകൂടെ ഇത് ചെയ്യാൻ അവർ അപ്രോച്ച് ചെയ്യുകയാണ്. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയും വേഗം ദേവദാസൻ 5 വർഷത്തേക്ക് അദ്ദേഹത്തെ തടവ് വിധിച്ചിരിക്കുന്നു. പ്ലസ് 25,000 രൂപ വെച്ച് ശിക്ഷയും കൊടുത്തിരിക്കുന്നു. ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മതപരിവർത്തനം നടത്തി എന്നുള്ളൊരു വിഷയമാണ്. അത് UP-യിൽ അത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. മതപരിവർത്തനം, അതായത് പൈസ കൊടുത്ത് മതപരിവർത്തനം നടത്തി എന്നുള്ളൊരു വിഷയം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുടി വെട്ടാനും വേണ്ടി ഞാനൊരു ബാർബർ ഷോപ്പിൽ ചെന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ചർച്ചിനോട് ചേർന്ന ഒരു ബാർബർ ഷോപ്പാണ്. അവിടെ ഞാൻ ചെന്ന് മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പം മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരന് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കുമോ, അല്ലെങ്കിൽ പൈസ തരുമോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചു. അത് സർവ്വസാധാരണമാണ്. അതിങ്ങനെ പലരും ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, നമ്മളെ ട്രാപ്പ് ചെയ്യാനും വേണ്ടി. അതായത് നിങ്ങളുടെ മതത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ കിട്ടും. അവര് എല്ലാം റെക്കോർഡ് ചെയ്തൊക്കെയാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നോട്, നിങ്ങളുടെ അവിടെ ചർച്ചിൽ എല്ലാവർക്കും പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു, ഞങ്ങളുടെ വില്ലേജിൽ നിന്നൊക്കെ പലരും നിങ്ങളുടെ ചർച്ചിൽ വരുന്നുണ്ട്, അപ്പൊ ഞങ്ങളിങ്ങനെ കേട്ടു എന്ന്. അപ്പൊ ഞാനത് കർക്കശമായിട്ട് അതിനെ എതിർത്തു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് തന്നെ പൈസ ഇല്ലാതിരിക്കുന്ന സമയം ഞങ്ങൾ ആർക്ക് കൊടുക്കാനാ? ഇത് ഒരു എന്താ പറയുന്നേ, മതപരിവർത്തനമല്ല, മനസ്സിന്റെ ഒരു പരിവർത്തനമാണ്. മനസ്സിനെ മാറ്റുകയാണ്, മതത്തെ മാറ്റുകയല്ല, വിശ്വാസത്തെ മാറ്റുകയാണ്. അപ്പം വിശ്വാസം മാറുന്നു അവരുടെ. അപ്പൊ ആ ഒരു ചിന്ത ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പം
അതിന്റെ ഒരു ഓണർ, അതായത് ആ ബാർബർ ഷോപ്പിന്റെ ഓണർ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്റെ മുടി വെട്ടുന്ന അദ്ദേഹത്തിന് അറിയാം ഞാൻ ഈ ചർച്ചിലെ പാസ്റ്റർ ആണെന്നുള്ളത്. അപ്പം ഓണർക്ക് അറിയത്തില്ലായിരുന്നു. ഓണർ പറഞ്ഞു, തൊട്ടടുത്ത ചർച്ചിലെ ആരാധന കഴിഞ്ഞ് അവര് സൺഡേ ആരാധന എല്ലാം കഴിഞ്ഞ് വെളിയിൽ നിന്നിട്ട് പൈസ കെട്ടുകൾ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ ചർച്ചിലെ ഇവിടുത്തുകാരെല്ലാം ചർച്ച് പാസ്റ്റർ എന്ന് പറയാതെ അവരെ ഇവിടുത്തുകാരെല്ലാം ചർച്ച് ഫാദർ എന്നാണ് പറയുന്നത്. അപ്പൊ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന പയ്യനും പറഞ്ഞു, ഇദ്ദേഹം ഈ അവിടുത്തെ ചർച്ചിലെ ഫാദറാണ്. അപ്പൊ എന്നോട് പിന്നെയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് എല്ലാവർക്കും ചായ കൊടുക്കാറുണ്ട് ആരാധന കഴിഞ്ഞ്, വെളിയിൽ നിർത്തി വെള്ളം കുടിക്കാറുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്നതിലോട്ട് പൈസ കെട്ടുകളൊന്നും ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടും ഇല്ല, ഇങ്ങോട്ട് കൊടുക്കത്തും ഇല്ല. അതല്ല ഞങ്ങളുടെ രീതി. ഞങ്ങള് സത്യസുവിശേഷം അറിയിക്കുക, ജീവനുള്ള ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയുക. ഇതാണ് ഞങ്ങളുടെ ആമേൻ പ്രവർത്തനം എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, ഇതൊരു സർവ്വസാധാരണമായ ഒരു കോമൺ ആയ ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് പൈസ കൊടുക്കുന്നു, പൈസ കൊടുത്ത് ആൾക്കാരെ കൂട്ടുന്നു എന്നുള്ളൊരു ചിന്ത. ഞങ്ങളുടെ ചർച്ച് ഇവിടുത്തെ ഒരു ഹൈവേയിലാണ്, ഞങ്ങളുടെ ഹൈവേ സൈഡിലാണ് ഞങ്ങളുടെ ചർച്ച്. ഹൈവേയുടെ ഡെവലപ്മെന്റ്, റോഡിന്റെ വീതി കൂട്ടിയപ്പോൾ ഞങ്ങളുടെ ചർച്ചിന്റെ പല ഭാഗങ്ങളും പോയി. അത് നമ്മൾ ഈ ലാൻഡ് ലീസിനെടുത്ത ലാൻഡ്, നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ച ലാൻഡല്ല, ലീസിന് 100 വർഷത്തെ ലീസിന് വേണ്ടി കിട്ടിയ ഒരു ലാൻഡാണ്, എഗ്രിമെന്റ്. അപ്പം ഇവിടെ നമ്മുടെ ലാൻഡ് പോയി, നമ്മുടെ ബിൽഡിങ് പോയി. അപ്പം പൊതുവെ ആൾക്കാരുടെ അകത്ത് വന്നിരിക്കുന്ന ചിന്തകൾ, ഇല്ലെങ്കിൽ പലരും ഞങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ഒരു നാൽക്കവലയിൽ, അതായത് ചൗറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ചർച്ച്. അപ്പം പലരും പറയുന്ന ചൗറായില് ഈ ചർച്ച് വന്നത് മൂലം ഇവിടെ വികസനം നടക്കുന്നില്ല എന്നാണ് പലരും പറയുന്നത്. സത്യത്തില് നമ്മൾ എത്രത്തോളം ഇവിടുത്തെ സർക്കാർ ദ്രോഹിക്കാമോ ഉപദ്രവിക്കാമോ അത്രത്തോളം നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ കേട്ടു, ഇനി മെട്രോ ഇനി ഇതുവഴി വരുന്നു. മെട്രോ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ചിന്റെ സെൻട്രൽ കൂടാണ് മെട്രോയുടെ ലൈൻ പോകുന്നത്. അപ്പം അങ്ങനെ സെൻട്രൽ കൂടെ ലൈൻ പോയി കഴിയുമ്പോൾ ചർച്ച് ഡിമോളിഷ് ചെയ്യുക, ചർച്ചിനെ ഇല്ലാതാക്കുക. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ദുഷ്ടന്റെ ആലോചന ഒരിക്കലും സഫലമാകത്തില്ലെന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ആലോചന അത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിന് മറ്റ് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി അടുത്ത മാസം മുതൽ ഞങ്ങൾ 21 days ഫാസ്റ്റിംഗ് ഇരിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഇവിടുത്തെ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആളുകൾ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. കാരണം എത്രത്തോളം പെർസിക്യൂഷൻ ഉണ്ടാകുന്നുവോ അത്രത്തോളം സഭ വർദ്ധിക്കുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അത് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ചർച്ചുകൾ അടയ്ക്കുന്നുവോ, എത്രത്തോളം ഉപദ്രവം കൂടിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം സഭകൾ, അത്രത്തോളം വിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പല ചർച്ചുകൾ അടച്ചു, പക്ഷേ പല വീടുകൾ ദൈവത്തിന്റെ ആരാധനാലയമായി മാറി. വീടുകളിൽ ഈ പറയുന്നത് പോലെ അധികം ആൾക്കാർക്കൊന്നും ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിക്കാനുള്ള അനുവാദമില്ല. എങ്കിലും വീട്ടിലുള്ള ചുറ്റുപാടുള്ള ആളുകൾ 2-3 കുടുംബങ്ങളൊക്കെ കൂടിയിരുന്ന് സാവകാശം ശബ്ദം കുറച്ച് പെട്ടെന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി 1 മണിക്കൂർ കൊണ്ട്, ഇല്ലെങ്കിൽ 40-45 മിനിറ്റ് കൊണ്ട് പാട്ടും ആരാധനയൊക്കെ നടത്തി അത് വളരെ ശബ്ദം കുറച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. ഞങ്ങൾ ഈ വില്ലേജുകളിലൊക്കെ പോകുന്ന സമയത്ത് ബൈബിളൊന്നും കൊണ്ടുപോകത്തില്ല. സാധാരണ ഒരു വിസിറ്റിംഗ് പോലെ ഇങ്ങനെയൊക്കെ പോയി പല പല വില്ലേജുകൾ കയറി ഇറങ്ങി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഞങ്ങൾക്ക് കർത്താവ് ബലം തരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പം ഇരിക്കാൻ പറ്റാത്ത സ്ഥലമില്ല, ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. അതുപോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നുണ്ടേ ഹൈവേയുടെ സൈഡുകളിലുള്ള കടകളും, ഇല്ലെങ്കിൽ പലരും നമ്മളിങ്ങനെ വാച്ച് ചെയ്യുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം അത്ഭുതം ചെയ്യുവാൻ. ദൈവം തീർച്ചയായും അത്ഭുതം ചെയ്യും. ഞാൻ ഒരു വിഷയം നിങ്ങളുടെ
ഓർമ്മയിലിട്ടെന്നേ ഉള്ളൂ. കാരണം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ പ്രദേശം മാത്രം അല്ല, നോർത്ത് ഇന്ത്യയിൽ മുഴുവനും ഇത് തന്നെയാണ്. എങ്കിലും യു.പിയിലെ ചില കഷ്ടത, ഉപദ്രവങ്ങൾ കൂടുതലാണ്. പീഡനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പല ദേവദാസന്മാരെയും ജയിലിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പലരെയൊക്കെ പോയി കാണുവാൻ കർത്താവ് സാവകാശമൊരുക്കി. ആ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം പെട്ടെന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, അതിന്റെ 11 മുതൽ 17 വരെയുള്ള ഒരു വേദഭാഗം. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. പലപ്പോഴും നമ്മൾ സുവിശേഷങ്ങളിൽ നിന്നും ഒക്കെ ഇങ്ങനെ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്, നമ്മൾ പ്രസംഗിക്കാറുമുണ്ട്. സാധാരണ രീതിയിൽ സുവിശേഷങ്ങളെക്കാൾ അധികമായിട്ട് ഇടുറ്റ പ്രസംഗങ്ങള് ലേഖനങ്ങളിൽ നിന്ന് സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. എങ്കിലും ഇന്ന് ദൈവം തന്ന ഒരു പ്രത്യേക ഒരു ആലോചന നിമിത്തം, പ്രത്യേകം ദൈവം തന്ന ഒരു ഗൈഡൻസ് അനുസരിച്ച് ഈ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വേദഭാഗം, വളരെ സുപരിചിതമായ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. അനുഗ്രഹമേറിയ ഈ ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യും. വളരെ സുപരിചിതമായ വേദഭാഗം ഞാൻ പറഞ്ഞുവല്ലോ. മറ്റ് സുവിശേഷങ്ങളില്, അതായത് ലൂക്കോസ് ഒഴിച്ച് വേറെ ആരും ഈ ഇൻസിഡന്റ്, ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ലൂക്കോസ് മാത്രമാണ് ഈ സംഭവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നത്തെ ഈ പ്രസംഗത്തിന് ഒരു ടൈറ്റിൽ ഇടുവാൻ ആഗ്രഹിക്കുകയാണ്. ഹി കെയിം ടു മീ. അവൻ എന്നിലേക്ക് വന്നു. അവൻ എന്നിലേക്ക് വന്നു, അല്ലെങ്കിൽ യേശു എൻ്റെ ഉള്ളത്തിൽ വന്നു. പ്രിയരെ, നമുക്കും അതല്ലേ പറയാനുള്ളത്? യേശു എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. യേശു എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. യേശു എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ യേശു വന്നത് മൂലം എൻ്റെ ജീവിതം മാറി, എൻ്റെ രൂപം മാറി, എൻ്റെ ഭാവം മാറി, എൻ്റെ സ്വഭാവം മാറി. യേശുവിൻ്റെ മകനായി, മകളായി അവൻ നമ്മളെ തീർത്തു. ഇതല്ലാതെ നമുക്ക് അപ്പുറം ഒന്നും പറയാനില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും, വളരെ ശാന്തമായിട്ട് നമ്മൾ ഈ വിഷയം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് നമ്മളിൽ വന്നതിന് ശേഷം മാത്രമുള്ളതാണ്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ വന്ന് ഇങ്ങനെ കിടന്ന് കർത്താവിന് വേല ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഈ നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചതുമല്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ചെറുപ്പത്തിലെ എന്തിനാ അവിടെ പോയി ഇങ്ങനെ കിടക്കുന്നത്? ചെറുപ്പക്കാരനല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന എന്തിനാ? പല ദേവദാസന്മാരും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്. കേരളത്തിൽ തന്നെ നിന്നാ പോരെ? IPC സംബന്ധിച്ച് IPCയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ IPCയുടെ അണ്ടറിൽ നല്ലൊരു ചർച്ച നമുക്ക് കിട്ടും എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞു. പലരും വാഗ്ദാനം ചെയ്തു.
എങ്കിലും ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് 3 കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ വന്നു. നോർത്ത് ഇന്ത്യയിൽ വന്ന് പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. വന്ന അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് ഞങ്ങളെ ഒരിക്കലും പട്ടിണി ഇട്ടിട്ടുമില്ല. ഒരിക്കലും ഒരു പ്രയാസം പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെയും ദൈവം എല്ലാത്തിനും ഒരു നീക്കുപോക്ക് വരുത്തി. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇവിടെ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ സഭയില് ഒറ്റ മലയാളികളില്ല, ഒറ്റ മലയാളി കുടുംബമില്ല. മലയാളത്തിലല്ല ആരാധന. ശുശ്രൂഷ മുഴുവനും ഹിന്ദിയിലാണ്. ഹിന്ദിയിലെ പാട്ട്, ഹിന്ദിയിലെ പ്രസംഗം, എല്ലാം പ്രാർത്ഥന, എല്ലാം. ദൈവദാസൻ കഴിഞ്ഞ ദിവസം മുമ്പ് പറഞ്ഞതിന്റെ കൂട്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. എല്ലാ ദിവസവും മീറ്റിംഗ്, ഒന്നുകിൽ പകല് അല്ലെങ്കിൽ രാത്രി, ഇല്ലെങ്കിൽ ഈവനിങ്ങിൽ, എല്ലാ ദിവസവും മീറ്റിംഗ്. അങ്ങനെ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു രീതിയിൽ ഇവിടെ കർത്താവിന്റെ വേല നടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കർത്താവ് എൻ്റെ ഉള്ളത്തിൽ വന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതായത് എനിക്ക് ചെയ്യാൻ കഴിയാത്തത്, എനിക്കായി ഞാൻ ചെയ്യാൻ കഴിയാഞ്ഞത് യേശു വന്ന് ചെയ്തു തന്നു. അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പ്രിയരെ, വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുഷ്യർ എത്ര നിസ്സാരന്മാരാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആ ചിന്തകളൊക്കെ അങ്ങ് മറന്നു പോകുകയാണ്. പലരും വിചാരിക്കുന്ന മനുഷ്യൻ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ്. വലിയ സംഭവം. ഞാൻ സാധാരണ ചർച്ചിൽ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളൊന്നുമല്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ ഹോസ്പിറ്റലിൽ പോകണം, ഏതെങ്കിലും അങ്ങനെ കഷ്ടത അനുഭവിക്കുന്നിടത്ത് പോകണം. അവിടെ പോയി ചെന്ന് അവിടുത്തെ ആൾക്കാരുടെ വേദനയും കഷ്ടതയും കാണണം. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാനും നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാകും. മനുഷ്യരെന്തോ വലിയ സംഭവം എന്നുള്ള രീതിയാ പലപ്പോഴും നമ്മളത് മറന്നു പോകും. നാം ചിന്തിക്കും നമുക്കെല്ലാം പറ്റുമെന്നാ, ചെയ്യാൻ പറ്റും എന്നൊക്കെയാ. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നാം എത്ര ഉയരത്തിൽ പോയാലും, ശാസ്ത്രം എത്ര വളർന്നാലും, മനുഷ്യന് പകരം എന്തെല്ലാം മെഷീൻസ് വന്നാലും, വചനം പഠിപ്പിക്കുന്നത് നാം ഒന്നുമില്ലെന്നാ, നാം ഒന്നുമല്ല. അതായത് ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു വാർത്ത, ഇങ്ങനെ ന്യൂസ് കണ്ടു. അതായത് ഈ ചൈനയില് പുതിയ റോബോട്ട്സിനെ കൊണ്ടുവന്നിറക്കി. എന്തിനാണെന്ന് അറിയാമോ? യുദ്ധം ചെയ്യാൻ റോബോട്ട്സ്, യുദ്ധം ചെയ്യാൻ ഡ്രോണ് കൊണ്ടുവന്നു. പിന്നെ നമുക്കൊക്കെ അറിയാം, ഇപ്പം പല ഹോട്ടലുകളിലും വെയിറ്റേഴ്സ് ഇല്ല, എല്ലാം മെഷീൻസ് ആയി. പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ബട്ടൺ ഞെക്കിയാൽ മതി, നമുക്ക് എന്തുവാന്നുള്ളത് നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ അവിടെ നമുക്ക് കൊണ്ടുവന്ന് തരും. ഒത്തിരി ഡെവലപ്മെന്റ്സ്, നല്ല കാര്യമാണ്, ഡെവലപ്മെന്റ് ഒക്കെ വരുന്ന നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ഇത്രയും എല്ലാം ഡെവലപ്മെന്റ്സ് നടക്കുമ്പോഴും ഒരു കാര്യം മറന്നു പോകരുത്, പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ ഒരു റോബോട്ട്സും ഇതുവരെയും ആരും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സയന്റിസ്റ്റും ഇതുവരെ അതിനായിട്ട് വളർന്നിട്ടില്ല. ഒരു അധികാരിക്കും കഴിയത്തില്ല മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ. ഒരു അധികാരിക്കോ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സിനോ ആർക്കും കഴിയത്തില്ല. അതിന് കഴിയുന്നത് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന, നാം പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരും എന്നെ രക്ഷിക്കാതിരുന്നപ്പോൾ, ഒരു മനുഷ്യന്റെയും കണ്ണിന് ദയ തോന്നാതിരുന്നപ്പോൾ, ഒരു മനുഷ്യന്റെയും സ്നേഹം നമ്മളിൽ വരാതിരുന്നപ്പോൾ, ആരും നമ്മളെ സ്നേഹിക്കാതിരുന്നപ്പോൾ, എല്ലാവരും വെറുത്ത് നമ്മളെ നിന്ദരാക്കി നമ്മളെ മാറ്റിയപ്പോൾ, നമ്മളൊരു പരിഹാസ വിഷയമായി തീർന്നപ്പോൾ, ആ യേശുവിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വന്ന ആ ദിവസത്തെക്കുറിച്ച് ഒന്ന് ഓർക്കേണ്ടത് പ്രിയരെ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, യേശുവിന്റെ സ്നേഹം നമ്മൾ എങ്ങനെ വന്നു, അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ,
ആമേൻ നാം പലപ്പോഴും മറന്നുപോകുകയാണ്. ഇന്നത്തെ ആമേൻ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട്, ഇന്നത്തെ നന്മകൾ കണ്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ആമേൻ സ്തോത്രം നമ്മളിങ്ങനെ നടക്കുകയാണ്. പക്ഷെങ്കിൽ ആമേൻ ഞാൻ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇന്നേക്ക് ഏകദേശം 23 വർഷത്തിന് മുമ്പ് ആ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഉള്ള ആമേൻ സ്തോത്ര ആ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ആമേൻ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ സ്തോത്രം, ഈ ആമേൻ രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൃപയാലാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. പ്രിയരെ, നമുക്ക് ഈ രക്ഷ കിട്ടാനും വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഈ സന്തോഷം കിട്ടാനും വേണ്ടി നമ്മൾ ആരും സംഭാവന കൊടുത്തിട്ടില്ല കർത്താവിന്. കർത്താവിന് നമ്മുടെ ഒരു സംഭാവന ആവശ്യവും ഇല്ല. നമ്മൾ ആരും സംഭാവന കൊടുത്തിട്ടില്ല. നമ്മുടെ ആമേൻ നമ്മുടെ ജീവിതം മൂലമല്ല ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ മൂലമല്ല നമുക്കിത് കിട്ടിയിരിക്കുന്നത്. മറിച്ച് ആമേൻ നമ്മുടെ വിശ്വാസം മൂലം യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമുക്ക് രക്ഷ കിട്ടിയിരിക്കുന്നത് ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എനിക്കറിയാം ഒരു പക്ഷെങ്കിൽ അമേരിക്കയിലൊക്കെ ഇപ്പോൾ പകലായിരിക്കാം. ഞാനിപ്പോൾ നമ്മൾ ഇന്ത്യയില് ഈവനിങ് സമയമാണ്. ഈ രാത്രി നമുക്കൊരു കർത്താവിനെ ഒന്ന് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും. ഒരുപക്ഷെ നമുക്ക് വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാല് സുവിശേഷങ്ങളിലൊക്കെ വായിച്ചാല് പല സ്ഥലങ്ങളിലും നിരാശജനകമായ സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയവരുടെ അടുക്കൽ യേശു ചെന്നതായിട്ട് നമ്മൾ വായിക്കുവാൻ കഴിയുന്നു. ഇനി മറ്റൊരു ജീവിതം, ഇനി ഒരു മുന്നോട്ടൊരു ജീവിതം ഇല്ലാത്ത സാഹചര്യത്തിൽ, യാതൊരു ഹോപ്പും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സാഹചര്യത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങിച്ചെന്നത് യേശു അവിടെ ചെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ കിണറ്റിങ്കൽ പാപിയായ ഒരു സ്ത്രീയുടെ അടുക്കൽ യേശു ചെന്ന് ആ സ്ത്രീയോട് യേശു സംസാരിക്കുന്നു. അവിടെ ജീവിതം മാറി മറിയുന്നു. ഇനി കുറച്ചു മുമ്പേ ദേവദാസൻ പറഞ്ഞതുപോലെ ആ സഹോദരി പിന്നെ ഗ്രാമങ്ങളിൽ പോയി, തന്റെ പട്ടണത്തിൽ പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. യാതൊരു ആശയമില്ലാതെ ഒരു ഹോപ്പ്ലെസ് ജീവിതം നയിച്ച എന്താ പറയുക, പാപിനിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തിയ മാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ദേവാലയത്തിൽ ഒരു അന്ധനായ മനുഷ്യന് കർത്താവ് കൊടുത്തൊരു സൗഖ്യം. എരിഹോവിൽ ഒരു ഭിക്ഷക്കാരന് കർത്താവ് കൊടുത്തൊരു വിടുതല്. ഒരു മരത്തിൽ ധനികനായ ഒരു മനുഷ്യൻ, സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരത്തിൽ ഇരുന്ന് അവനെ കണ്ട ഒരു കർത്താവ് അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവനെ അബ്രഹാമിന്റെ മകനാക്കി തീർത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞത്, നിരാശജനകമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയ പലരുടെയും ജീവിതത്തെ എൻ്റെ കർത്താവ് മാറ്റിമറിച്ചു. അതാണ് ഇന്നും കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം. യേശു അധികാരത്തോടെ അവർ അടുക്കലേക്ക് ചെന്നപ്പോൾ, അവർ അടുക്കലേക്ക് നീങ്ങിയപ്പോൾ അവരുടെ എല്ലാം ജീവിതം മാറി മറിഞ്ഞു. പ്രിയരെ, ഇന്നും കർത്താവ് അതാണ് ചെയ്യുന്നത്. നമ്മളിൽ കൂടെ കർത്താവ് അതാണ് ചെയ്യിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭാഷക്കാരുടെ നടുവിൽ, വിവിധ ജാതികളുടെ നടുവിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരിൽ കൂടെ ഇന്നും കർത്താവ് അതാണ് ചെയ്യുന്നത്. നിരാശജനകമായ ജീവിതം അനുഭവിക്കുന്ന സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ അടുക്കിലേക്ക് കർത്താവ് നമ്മളെ അയക്കുന്നു. കർത്താവിന്റെ വചനം അവരിൽ എത്തുന്നു. അവരുടെ ജീവിതം മാറി മറിയുന്നു. അതുപോലത്തെ ഒരു സംഭവമാണ് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യത്തിൽ. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങള് വേഗത്തിൽ ചിന്തിച്ചിട്ട് സ്തോത്രം വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു ഇവിടെ വന്ന സമയത്തുള്ള അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. When he came, it was a time of death. It was a time of death. അവൻ വന്നപ്പോൾ അത് മരണത്തിന്റെ സമയമായിരുന്നു. യേശു നൈനിൽ വരികയാണ്. കവർന്നഭൂമിൽ നിന്ന്
നമുക്കറിയാം അതിന്റെ 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കുകൾ, ആദ്യത്തെ പാസേജ് നമുക്കറിയാവുന്നത്, ഒരു ശതാധിപന് ഒരു ശതാധിപന്റെ പ്രിയനായ ഒരു ദാസൻ ദീനം പിടിച്ചു കപർന്നഹൂമിൽ. ആ ദാസനെ സൗഖ്യമാക്കിയിട്ട് ഏകദേശം 34 കിലോമീറ്റർ യാത്ര ചെയ്ത് കപർന്നഹൂമിൽ നിന്ന് നയിൻ പട്ടണത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും കർത്താവിന്റെ ശുശ്രൂഷ നമുക്കൊക്കെ വളരെ ഉത്സാഹം, നമ്മളെ വളരെയധികം പ്രചോദനം നൽകുന്ന ശുശ്രൂഷയാണ്. കർത്താവ് എങ്ങും ഒരിടത്ത് ക്ഷീണിച്ചിരിക്കുകയോ ശുശ്രൂഷയിൽ മടുപ്പുണ്ടായിട്ടിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് തന്നെ അയച്ച പ്രവർത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കും വളരെ അത്യാവശ്യമായിരിക്കേണ്ടത്. ഈ അന്ത്യകാലത്ത്, ഈ അവസാന സമയത്ത് നമ്മൾ ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ മടുത്തു പോകാതെ, നമ്മൾ ക്ഷീണിച്ചിരിക്കാതെ, തളർന്നു പോകാതെ, വിശ്രമിക്കാതെ കർത്താവിന് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കാമോ അത്രത്തോളം പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷയും അങ്ങനെ ആയിരുന്നു. 34 കിലോമീറ്റർ കപർന്നഹൂമിൽ നിന്ന് യാത്ര ചെയ്ത് നയിൻ പട്ടണത്തിലേക്ക് വരുമ്പോൾ യേശു വന്നത് ഒരു നല്ല സമയത്തല്ലായിരുന്നു. മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ യേശു വന്നത് ഒരു നല്ല സമയമല്ലായിരുന്നു. യേശു വന്നത് ഒരു നല്ല സമയമല്ലായിരുന്നു. ഒരു വിലാപത്തിന്റെ സമയം, ഒരു കണ്ണുനീരിന്റെ സമയം, വിലാപത്തിന്റെ ഒരു ഘോഷയാത്ര യേശുവിനെ എതിരേൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലരും ചിന്തിച്ചത് ഇത് നല്ല സമയമല്ല, യേശു റോങ് ടൈമിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രിയില് എനിക്ക് പറയാനുള്ളത്, ഈ വചനത്തിൽ കൂടെ യേശുവിന്റെ സമയം ഒരിക്കലും റോങ് ആകുകയില്ല. അത് തെറ്റായ സമയമായിരിക്കത്തില്ല. യേശു നമ്മളിൽ പ്രവർത്തിക്കുന്നത് പ്രൈസ് ദി ലോർഡ് പെർഫെക്റ്റ് ടൈമിലാണ്. യേശുവിന്റെ സമയം പെർഫെക്റ്റ് സമയമാണ്, പെർഫെക്റ്റ് ടൈമാണ്. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കേരളത്തിലൊക്കെ എനിക്കറിയത്തില്ല, പക്ഷെങ്കില് കാരണം കേരളത്തിനേക്കാളും കൂടുതൽ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോർത്ത് ഇന്ത്യയില് ഈ സമയം നോക്കുന്നവരുണ്ട്. അതായത് ഈ നല്ല ദിവസം, സമയമല്ല, നല്ല ദിവസം നോക്കുന്നവരുണ്ട്. ആരും ചൊവ്വാഴ്ചയൊന്നും വാഹനം വാങ്ങിക്കത്തില്ല, വണ്ടി വാങ്ങിക്കത്തില്ല. ചൊവ്വാഴ്ചയൊന്നും എങ്ങും പോകത്തില്ല. ശുഭകരമല്ലെന്നാ പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പല വിധത്തിലുള്ള ഹിന്ദു ആചാരങ്ങളുണ്ട്. അതായത് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച സവാള ഇല്ലെങ്കിൽ ഉള്ളി വെച്ചുള്ള ആഹാരം കഴിക്കുവോ, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടുള്ള ആഹാരം ഉണ്ടാക്കുവോ, സബ്ജി ഉണ്ടാക്കുവോ, ഒന്നും ചെയ്യത്തില്ല. കാരണം അതെല്ലാം അശുഭകരമായ ദിനമാണെന്നാ പറയുന്നത്. പലരും, ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന പലരും സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ അവരെ പഠിപ്പിച്ച്, എല്ലാ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി നല്ല ദിവസമാണ് ഉണ്ടാക്കിയത്. കർത്താവ് ഉണ്ടാക്കിയ ഒരു ദിവസം പോലും അഴുക്ക് ദിവസമില്ല. ഒരു ദിവസം പോലും മോശമായ ദിവസമില്ല എന്നെല്ലാം അവരെല്ലാം പഠിപ്പിച്ച് അവർക്കത് ഉൾക്കൊള്ളാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞതിന്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ഈ നയിൻ പട്ടണത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല സമയമല്ല എന്നാണ് പലരും ചിന്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. കാരണം നയിൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബ്യൂട്ടി എന്ന, സൗന്ദര്യം എന്ന. നയിൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബ്യൂട്ടി എന്ന, സൗന്ദര്യം. പക്ഷെ യേശു വന്ന അന്ന് ഒരു സൗന്ദര്യവും ഇല്ലായിരുന്നു നയിൻ പട്ടണത്തെ സംബന്ധിച്ച്. കാരണം നയിൻ പട്ടണത്തിൽ ഒരു എന്താ പറയുന്നത്, ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുവാൻ പോവുകയാണ്. ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് നയിൻ പട്ടണത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സൗന്ദര്യം പിടിച്ച നയിൻ പട്ടണത്തെ മരണം കയറി പിടിക്കുന്നതായിട്ട്, സൗന്ദര്യമായ നയിൻ പട്ടണത്തെ മരണം കയറി പിടിച്ചു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, പിശാചിന്റെ എപ്പോഴും ഉള്ളൊരു പദ്ധതിയാണിത്. നല്ലതിനെ ചീത്തയാക്കുക, നല്ലതിനെ നശിപ്പിക്കുക, നല്ലതിനെ ഇല്ലാതാക്കുക. ഇത് പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അനുഭവം ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നല്ലതിനെ നശിപ്പിച്ച് കളയുക പിശാചിന്റെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിയാണത്. ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സ്ട്രാറ്റജി അല്ല. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ തുടങ്ങിയ ഒരു സ്ട്രാറ്റജിയാണ് പിശാചിന്റെ. നല്ലതിനെ ഇല്ലാതാക്കി കളയുക. നമ്മൾ പലപ്പോഴും പറയത്തില്ലയോ, പല ഭവനങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം സംഭവിക്കുന്നുണ്ടേ
ആമേൻ സൗകര്യമാരെ അല്ലെങ്കിൽ ആളുകളൊക്കെ കൂടി എന്ന് പറയാറുണ്ട്. അയ്യോ എന്ത് നല്ലൊരു കൊച്ചായിരുന്നു, എന്ത് നല്ലൊരു ചെറുക്കനായിരുന്നു, അയ്യോ അവൻ പോയല്ലോ, അയ്യോ അവൻ നഷ്ടപ്പെട്ടു പോയല്ലോ, അവൻ ഇല്ലാതായി തീർന്നല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറില്ലേ. നല്ലതിനെ എപ്പോഴും പിശാച് നല്ലതിനെ പിടിച്ചുകൊണ്ട് നടക്കും. ഞാനിങ്ങനെ എപ്പോഴും പറയാറുള്ളത്, ഈ ചർച്ചിലിരുന്ന് ഉറങ്ങുന്നതിനെ ഒന്നും പിശാചിന് വേണ്ട. കാരണം പിശാചിന് അറിയാം ഓൾറെഡി ഇവരെല്ലാം ആമേൻ എന്റെ കയ്യിലാ, എന്റെ അവകാശത്തിലാ. എന്നാൽ ആരാധിക്കുന്ന, നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന, നല്ലവണ്ണം സുവിശേഷം പറയുന്ന, പ്രസംഗിക്കുന്ന ആമേൻ ദൈവമക്കളെ തകർത്ത് കളയുവാൻ പിശാച് പലപ്പോഴും പദ്ധതികൾ ഒരുക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അതൊന്നും സക്സസ് ആകത്തില്ല, വിജയത്തിലേക്ക് പോകത്തില്ല. അത് വാസ്തവമായ ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും പിശാചിന്റെ പദ്ധതികൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം ഏദൻ തോട്ടത്തിൽ നടന്നതും ഇത് തന്നെയാണ് സംഭവം. അതായത് 2-ന്റെ 1-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തില്, ദൈവം താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അതെത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം, അതായത് ദൈവം തന്റെ വാക്കുകൾ കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസം ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. പിന്നെ വായിക്കുന്നത് ദൈവം ഇതെല്ലാം കണ്ടിട്ട് നല്ലതെന്ന് കണ്ടു. പിന്നെ വേറൊരു വാക്യം നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യന് ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെയും വായിക്കുന്നത് ഏകനായിരിക്കുന്നത് നന്നല്ല, അപ്പൊ ഒരു തക്കതായ ഒരു തുണ, അതാണ് പെർഫെക്റ്റ്, അതാണ് നല്ലത്, തക്കതായ ഒരു തുണ. അപ്പൊ തക്കതായ ഒരു തുണ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്ന് അന്ന് മുതല് ആ നല്ലതിനെ ഇല്ലാതാക്കി കളയാൻ പിശാച് പല പണികളും ശ്രമിക്കുന്നതായിട്ട്, പല പണികളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ആദാമും ഹവ്വായും പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോയതുപോലെ ഇന്നും പലരും അതിൽ അകപ്പെട്ടു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനെയൊക്കെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുകയാണ്. പിശാചിന്റെ പ്രവർത്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ, അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കുമ്പോഴാണ് പിശാച് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിട്ടുപോകുന്നത്. റെസിസ്റ്റ് ദ ഡേവിൾ. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പിശാചിനെ തകർക്കുവാൻ അല്ലെങ്കിൽ തോൽപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. ഇവിടെയും അതാ സംഭവിക്കുന്നത്. ബ്യൂട്ടി എന്ന് പറയുന്ന പട്ടണത്തിൽ, നയീൻ പട്ടണത്തിൽ ഒരു മരണം കയറി പിടിച്ചിരിക്കുകയാണ്. ഇത് പ്രായമായ ഒരു മനുഷ്യന്റെ മരണമല്ല, ഒരു ചെറുപ്പക്കാരന്റെ മരണം. നല്ലത് ചെറുപ്പക്കാര്, നല്ലത് എന്താ? ആ ചെറുപ്പക്കാരന്റെ അകത്ത് പല പ്ലാനുകളുണ്ട്, നല്ലൊരു ഫ്യൂച്ചർ അവന് വേണ്ടിയുണ്ട്. ഒത്തിരി പല പ്ലാനുകൾ ചെയ്തൊരു മനുഷ്യനായിരിക്കാം, ഒരു ചെറുപ്പക്കാരനായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അപ്പനില്ല. മകൻ ഒരുപക്ഷെങ്കിൽ ഇത് വിചാരിച്ചു കാണും, എന്റെ അപ്പനില്ലാത്ത ദുഃഖം എന്റെ അമ്മയെ ഞാൻ അറിയിക്കാതെ അമ്മയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഞാൻ കൊടുക്കും എന്നുള്ള ഒരു ചിന്ത മകന്റെ അകത്ത് ഒരുപക്ഷെങ്കിൽ വന്നു കാണുമായിരിക്കാം. പ്രിയരെ, അപ്പോ അതിനുവേണ്ടി പല പ്ലാനുകൾ അവൻ ഉണ്ടാക്കിയിരിക്കാം, പലതും അവൻ ചിന്തിച്ചെന്നിരിക്കാം. അപ്പം നല്ലതിനെ നശിപ്പിച്ചു കളയുവാൻ പിശാച് ഒരു മരണം അവനിലേക്ക് കൊണ്ടുവന്ന് അവന് മരണം വന്ന് പിടിച്ചു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പ്രിയരെ, മരണം അങ്ങനെയാ. ആരും വിളിക്കേണ്ട കാര്യമില്ല, അതിനെ വിളിക്കേണ്ട കാര്യമില്ല. ഏത് സമയത്തും വരാം, ആർക്കും സംഭവിക്കാം. നമുക്കറിയാം, ഈ മരണം ഈ ലോകത്തിൽ വന്ന വഴി ഏതാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2:17 ഇങ്ങനെയാ വായിക്കുന്നത്, സ്തോത്രം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ഈ വഴിയിൽ കൂടെ, ഈ മരണം എന്ന വഴിയിൽ കൂടെ ആദാമും ഹവ്വായും ഉൽപ്പത്തി 5:5 വായിക്കുന്ന ആദാം മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 5:5 നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഞാനത് വായിക്കാം. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു, ഹവ്വ മരിച്ചു, പിന്നെ വന്നവരെല്ലാം മരിച്ചു. ഏലിയാവും ഹനോക്കും ഒഴിച്ച് ബാക്കി എല്ലാ മനുഷ്യരും മരിച്ചു. നമ്മളും എന്ത് ചെയ്യും? ഒരിക്കൽ മരിക്കും. എന്നാൽ
മരണത്തിന് മുമ്പ് ആമേൻ സ്തോത്രം നമുക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഡ്യൂട്ടീസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അത് ചെയ്യുവാൻ നമ്മൾ താല്പര്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് ഇത്രയും നല്ല ഭാവിയുള്ള ഈ ചെറുപ്പക്കാരനെ മരണം കയറി വന്ന് പിടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ചെറുപ്പക്കാരന്റെ അകത്ത് ഒരു ശാരീരിക മരണത്തെക്കാൾ അപ്പുറമായിട്ട് ഒരു ആത്മീക മരണവും സംഭവിച്ചിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ആത്മീക മരണവും സംഭവിച്ചിരിക്കുന്നു. അതായത് ഉൽപ്പത്തി 2:17 തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും വരികയാണ്. ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ആദാമും ഹവ്വയും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ ഉടനെ മരിച്ചില്ല. 5:5 നമ്മൾ വായിച്ചത് അവന്റെ ആയുഷ്കാലം, ആദാമിന്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അതായത് പഴം തിന്നതിന് ശേഷം കുറച്ചു നാളുകൂടെ പിന്നെയും ജീവിച്ചു, വർഷങ്ങൾ ജീവിച്ചു. പക്ഷെ ഇവിടെ വേറൊരു മരണം സംഭവിച്ചു അവനില്. ആ മരണമാണ് ഒരു ആത്മീക മരണം സംഭവിച്ചിരിക്കുകയാണ്. പ്രിയരെ, ശാരീരിക മരണത്തെക്കാൾ ഏറ്റവും മോശമായ ഒരു മരണമാണ് ആത്മീക മരണം സംഭവിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, റോമാലേഖനം 6:23 വാക്യത്തിൽ വായിക്കുന്ന പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ. ആത്മീക മരണത്തെ ഇവിടെ നമ്മൾ കാണുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ അകത്ത് ഒരു ആത്മീക മരണം സംഭവിച്ചു. അപ്പോ ഇങ്ങനെ ഒരു മരണം സംഭവിച്ച് ഈ ചെറുപ്പക്കാരനെയും കൊണ്ട് ഈ നയിൻ പട്ടണത്തിൽ നിന്ന് വെളിയോട്ട് പോവുകയാണ്. ഇവിടെ ഒരു കൂട്ടം വിലാപക്കാർ കൂടി സ്തോത്രം, ഒരു കൂട്ടം ആളുകൾ കൂടി. ആ സമയത്ത് ഇങ്ങനെയാണ്, ഒരു മരണമുണ്ടായാൽ അല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഏത് പണി ചെയ്യുന്നവരും പണി നിർത്തിയിട്ട് ആ കൂട്ടത്തോട് കൂടെ ചേർന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നഗരവാസികൾ, അവിടെയുള്ള നഗരവാസികളൊക്കെ സ്തോത്രം ഈ കൂട്ടത്തോട് കൂടി സ്തോത്രം, മുന്നിൽ അമ്മയും മഞ്ചം ചുമന്ന് നടക്കുന്നവരും പുറകെ നഗരവാസികൾ കരഞ്ഞും വിലപിച്ചും ഒരു വലിയ ആൾക്കൂട്ടം. ഈ സാഹചര്യത്തിലാണ് യേശു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, യേശു വരുന്ന സമയം ഒരുപക്ഷേ അവർ ചിന്തിച്ചത് റോങ് ടൈം എന്നാണ്, തെറ്റായ സമയം എന്നുള്ളതാണ്. അവൻ വന്നപ്പോൾ അത് മരണത്തിന്റെ സമയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വിഷയം, when he came, it was a time of desperation. അവൻ വന്നപ്പോൾ അത് നിരാശയുടെ സമയമായിരുന്നു. അതായത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ സ്ത്രീ, അതായത് ഈ മരിച്ച ഈ മകന്റെ ഏകജാതനാണ് ആ അമ്മയ്ക്ക്. അമ്മയെക്കുറിച്ച് പറയുന്ന അവളൊരു വിധവയായിരുന്നു എന്നുള്ളതാണ്. ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു സ്ത്രീ. ഭർത്താവിന്റെ മരണം ഒട്ടും സഹിക്കുവാൻ പറ്റത്തില്ല. ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് ആകപ്പാടെ തകർന്ന ഒരു സ്ത്രീ. എങ്കിലും ഒരു ചെറിയൊരു ആശ്വാസം, മകനുണ്ടല്ലോ എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസം. സ്തോത്രം. എന്നാൽ ഈ പ്രത്യേകമായ സമയത്ത് ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. ഈ മരണം മാത്രമല്ല തന്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ എന്നുള്ളൊരു ചിന്ത അമ്മയുടെ മുന്നിലേക്ക് വരികയാണ്. സ്തോത്രം. വാർദ്ധക്യമായി വരുന്നു. ആര് കരുതും? ഇനിയും ആര് തന്നെ നോക്കും? ഇനി മുന്നിൽ ദാരിദ്ര്യവും നിരാശയും മാത്രമേ മുന്നിലുള്ളൂ. സ്തോത്രം. ഈ വിധവയുടെ ജീവിതത്തെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ പാപത്തിൽ കുടുങ്ങിപ്പോയവരുടെ ജീവിതത്തെ കാണിക്കുന്ന ഒരു പിക്ചറാണ് ഈ വിധവയായ സ്ത്രീയുടെ ഒരു ജീവിതം. ഹല്ലേലൂയ. ഒരു ഹോപ്പ്ലെസ് ലൈഫ്, പാപത്തിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീ. സ്വതന്ത്രം. ആ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. സമയം അധികം പോകുന്നു, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, സ്വതന്ത്രം, when he came, it was a time of deliverance. അവൻ വന്നപ്പോൾ അത് വിടുതലിന്റെ സമയമായിരുന്നു. ഇതാണ് നമ്മുടെ മെയിൻ വിഷയം. ഹല്ലേലൂയ. മുമ്പത്തെ 2 പോയിന്റ്, യേശു വന്നപ്പോൾ പലരും വിചാരിച്ചു, അയ്യോ ഇത് റോങ് ടൈം ആണല്ലോ എന്ന്. യേശുവിന്റെ കൂടെ
ഒരു വലിയ ആമേൻ കൂട്ടമുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരും വിചാരിച്ചു കാണും, ഇതൊരു റോങ് ടൈം ആയിരുന്നല്ലോ നമ്മൾ ആ പട്ടണത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. സ്തോത്രം. രണ്ടാമത്തേത്, അവൻ യേശു വന്ന സമയം അവൻ ഒരു നിരാശയുടെ, അവൻ അമ്മയിൽ ഉണ്ടായ ഒരു നിരാശയുടെ സമയമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, ഈ രാത്രി നമ്മൾ അല്പസമയം ചിന്തിക്കുവാൻ പോകുന്നത്, യേശു വന്നപ്പോൾ അതൊരു വിടുതലിന്റെ സമയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ സംഭവം മരിച്ചുപോയ മകനിലോ നിരാശയായ ഒരു അമ്മയിലോ അവസാനിക്കുന്നില്ല പ്രിയരെ. ഈ കഥ, ഈ ഒരു സംഭവം നമ്മൾ വായിച്ചത് മരിച്ചുപോയ മകനിൽ ഉൾക്കൊള്ളുന്നില്ല, തീരുന്നില്ല, നിരാശയായ അമ്മയിൽ തീരുന്നില്ല. ഒരു കൂട്ടം പട്ടണത്തിന് പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു കൂട്ടം പട്ടണത്തിന് അകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. വിലാപ സംഘത്തെ നയിച്ചത് നിരാശയായ ഒരു വിധവ. ഇനിയും മുന്നിൽ യാതൊരു ഹോപ്പുമില്ലാത്ത ഒരു വിധവ. ഇനിയും കഷ്ടതയും ദാരിദ്ര്യവും പട്ടിണിയും മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. അങ്ങനെ കാണുന്ന ഒരു വിധവ. പ്രൈസ് ദി ലോർഡ്. ആ വിധവയാണ് വിലാപ സംഘത്തെ നയിക്കുന്നത്. എന്നാൽ മറ്റേ സംഘത്തെ നയിക്കുന്നത്, എതിരെ വരുന്ന സംഘത്തെ നയിക്കുന്നത് സകലരുടെയും നിരാശയെ തുടച്ചു മാറ്റുവാൻ കഴിവുള്ള, സകലരുടെയും പ്രയാസത്തെ പരിഹരിക്കുവാൻ കഴിവുള്ള, അധികാരമുള്ള യേശു ക്രിസ്തു നയിക്കുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് വിടുതലിന്റെ സമയമാണ്. ഇത് വിടുതലിന്റെ സമയമാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ, ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവിന് സന്ദേശം കൈമാറുവാനുള്ളത്, നിരാശയോടെയോ കഷ്ടതയോടെയോ പ്രയാസത്തിന്റെയോ വേദനയോടെയോ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ പോകുന്ന പ്രിയരെ, സ്തോത്രം. കർത്താവിന്റെ ഒരു സമയമുണ്ട്. അത് പെർഫെക്റ്റ് സമയമാണ്. കർത്താവ് അതിലേക്കൊന്ന് എൻട്രി ആയി കഴിഞ്ഞാൽ, ആ വിഷയത്തിലേക്ക് കർത്താവ് ഒന്ന് എൻട്രി ആയി കഴിഞ്ഞാൽ, സ്തോത്രം, പിന്നെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് ഇന്ന് രാത്രി ആത്മാവിൽ പറയുമ്പോൾ എത്ര പേർ ചേർന്നതിന് ആമേൻ പറയുവാനിടയായിത്തീരും. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് കർത്താവ് ഒന്ന് എൻട്രി ആകുകയാണ്. ഇവിടെ ഈ വിധവയുടെ വിഷയത്തിലേക്ക് കർത്താവ് എൻട്രി ആകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലരും പറഞ്ഞു, യേശുവിന്റെ സമയം ശരിയല്ല, യേശു റോങ് ടൈമിലാണ് വന്നിരിക്കുന്നത്, നിരാശ കാണുവാനാണ് യേശു വന്നിരിക്കുന്നത്, ആ വിധവയുടെ കണ്ണുനീരിനെ കാണുവാനാണ് യേശു വന്നിരിക്കുന്നത്. പലരും വിധി എഴുതുമ്പോൾ ഇന്ന് രാത്രി കർത്താവിന് പറയുവാനുള്ളത്, നിന്റെ നിരാശയെ തുടച്ചു മാറ്റുവാൻ, നിന്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുവാൻ, നിന്റെ വേദനയെ ഇല്ലാതാക്കി കളയുവാൻ, സ്തോത്രം, സകല അധികാരവുമുള്ള നസ്രനായ യേശു ക്രിസ്തു നിന്റെ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി എൻട്രി ചെയ്യുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ അതത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ആ വിശുദ്ധ കരത്തെ ഉയർത്തി പിടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാണ്ട് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം വായിക്കുമ്പോൾ, ഈ വിടുതലിന്റെ സമയത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില സ്തോത്രം മീറ്റിങ്ങുകൾ, ചില സ്തോത്രം മീറ്റിങ്ങുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. മീറ്റിങ്ങുകൾ ഇൻ ദ സെൻസ്, ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. 2 groups meet. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. ഏതാണ് രണ്ട് ഗ്രൂപ്പുകൾ? ഒരു സംഘം സെമിത്തേരിയിലേക്ക് പോകുകയാണ്, മറ്റേത് സ്തോത്രം നഗരത്തിലേക്ക് വരികയാണ്. ഒന്നുകൂടെ പറയാം, ഒരു സംഘം നഗരത്തിൽ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുപോകുകയാണ്, നഗരത്തിൽ കിടക്കുന്നതിനെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുകയാണ്. സ്തോത്രം. മറ്റൊരു സംഘം വരുന്നത് പുറത്ത് കിടക്കുന്നതിനെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് ഈ രാത്രി ഞാൻ പറയും, ഞാൻ ഇതിനെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. പിശാച് നഗരത്തിൽ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുപോകുവാൻ പിശാച് പണിയുമ്പോൾ, പുറത്തു കിടക്കുന്നതിനെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല ഇടയനായ നമ്മുടെ യേശു കർത്താവ് നമുക്കുള്ളത് ഓർത്ത് ഇന്ന് രാത്രിയിൽ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം കരഞ്ഞും വിലപിച്ചും ഹല്ലേലൂയ നരകത്തിലേക്ക് പോകുകയാണ്. ഒരു കൂട്ടം കരഞ്ഞും വിലപിച്ചും കൊണ്ടൊരു സംഘം നരകത്തിലേക്ക് പോകുന്നു, അഥവാ സെമിത്തേരിയിലേക്ക് പോകുന്നു. മറ്റേ കൂട്ടം ചിരിച്ചും പാടിയും കർത്താവിനെ സ്തുതിച്ചും സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കാണ് വരുന്നത്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഇവിടെ കൂട്ടിമുട്ടുകയാണ്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 36 ഇങ്ങനെയാണ് വായിക്കുന്ന, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്,
വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് പറയുന്നുണ്ട്. ആമേൻ. ദൈവത്തിന് നമുക്ക് നന്ദിയോടെ കർത്താവിൽ നിന്ന് സ്തോത്രം ചെയ്യുവാൻ പറ്റുമോ? അവൻ ചില വർഷങ്ങൾക്ക് മുമ്പേ, അവൻ ഞാൻ എന്റെ കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം വെച്ച് പറയുക. അവൻ ഞാൻ 23 വർഷത്തിന് മുമ്പേ ഈ പുത്രനെ ഒന്ന് കണ്ടുമുട്ടുവാൻ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിലേക്ക് വിളിക്കുവാൻ, അല്ല യേശു ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരുവാൻ, ആമേൻ സ്തോത്രം, എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതോർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇവിടെ രണ്ട് ആൺമക്കൾ തമ്മിൽ കൂട്ടുമുട്ടുകയാണ്. അവൻ കണ്ടുമുട്ടുകയാണ്. രണ്ട് ആൺമക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഒരാൾ ഒരു മനുഷ്യന്റെ മകൻ, അവൻ മരിച്ചു, സ്തോത്രം. മറ്റൊരാൾ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, അവൻ മരിച്ചവനല്ല, അവൻ അന്നും ഇന്നും എന്നും ജീവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവൻ കണ്ടുമുട്ടൽ ആരുമായിട്ടാണ്? സ്തോത്രം. നമ്മുടെ കൂട്ടിമുട്ടൽ ആരുമായിട്ടാണ്? നമ്മുടെ മീറ്റിംഗ് ആരുമായിട്ടാണ്? അവൻ ലോകവും അതിന്റെ മോഹത്തെയും കണ്ടുമുട്ടിയാൽ ജീവിതം പിന്നെയും അവൻ കുഴപ്പത്തിലേക്കേ പോകത്തുള്ളൂ. പിന്നെയും വേദനയിലും അവൻ വേദനയിൽ നിന്നയിലുമൊക്കെ മാറത്തുള്ളൂ. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതം മാറി മറുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ യേശുവിനെ കണ്ടുമുട്ടിയ പ്രിയപ്പെട്ടവര്, ആമേൻ സ്തോത്രം, മദനങ്ങളെ തുറന്ന് കർത്താവിനെ അല്പം നിമിഷം കർത്താവിനെ ആരാധിച്ചേ, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ കണ്ടുമുട്ടിയ യേശുവിനെ കുറിച്ച് ഇനിയും കണ്ടുമുട്ടുവാനുള്ള അനേക പ്രിയപ്പെട്ടവരോട് അവൻ യേശുവിനെ കുറിച്ച്, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. എന്റെ വാക്കുകള് ഞാൻ മുന്നോട്ട് വേഗത്തിൽ കൊണ്ടുപോകുന്നു. ഏകദേശം ചില മിനിറ്റുകൾ മാത്രമേ എനിക്ക് മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ഞാൻ ഈ ഭാഗത്ത് നിൽക്കാൻ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത്. രണ്ട് കഷ്ടതകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്, കണ്ടുമുട്ടുകയാണ്. അതായത് ഒരാൾ ഹൃദയം തകർന്ന വിധവ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഏകമകൻ നഷ്ടപ്പെട്ടു, കഷ്ടത മാത്രം മുന്നിൽ, ദാരിദ്ര്യം മുന്നിൽ. ഇനി എന്താണ് എന്റെ ജീവിത മാർഗം? ഇനി എനിക്ക് ആരുണ്ട് എന്നുള്ള ചിന്തയില് കഷ്ടതയിൽ തകർന്നു നിൽക്കുന്ന ഒരു വിധവയായ സ്ത്രീ. മറ്റൊരാൾ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം തിരസ്കരണവും കുരിശുമരണവും അനുഭവിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 12 വരെ വായിക്കണം ദൈവമക്കളെ. എനിക്കറിയാം നിങ്ങൾ വളരെയധികം സ്വത്രം വചനം അച്ചടക്കത്തോ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. വചനത്തിൽ നല്ല പ്രാഗൽഭ്യമുള്ള നല്ല അറിവുള്ള പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും അവനോട് രണ്ട് കഷ്ടതകൾ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അവസാനമായിട്ട് ഇവിടെ രണ്ട് ശത്രുക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. രണ്ട് ശത്രു ആരാണ്? ആദ്യത്തെ ശത്രു ആരാണ്? ആദ്യത്തെ ശത്രു മരണം, രണ്ടാമത്തെ ശത്രു ജീവൻ, യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ ശത്രു, മരണമായിരിക്കുന്ന ശത്രു ഈ കുടുംബത്തെ ആക്രമിച്ചു, ഈ കുടുംബത്തെ ഇല്ലാതാക്കിയപ്പോൾ നല്ല ഇടയനായി നമ്മുടെ കർത്താവ്, ജീവനായിരിക്കും നമ്മുടെ യേശു, ഹല്ലേലൂയ, നിത്യജീവനായിരിക്കും നമ്മുടെ യേശു കർത്താവ് ഈ മരണത്തെ പരാജയപ്പെടുത്തി, മരണത്തെ തകർത്ത് എന്നേക്കുമായി സ്തോത്രം ഓടിച്ചു വിടുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇവിടെ വായിക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ എന്റെ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തു എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ നിന്ന് പറയട്ടെ. അത് വളരെ ഹല്ലേലൂയ ടച്ചിങ് ആയിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവമായി തീരട്ടെ. യേശു എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തു? അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാ വായിക്കുന്നത്? അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ സാഹചര്യം യേശുവിന് മനസ്സിലായി. യേശുവിനോട് ആരും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരും നേരത്തെ നോട്ടീസ് അടിച്ചു കൊടുത്തിട്ടില്ല, ആരും നേരത്തെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞിട്ടില്ല. സ്തോത്രം. പലരും ഞാൻ ആരെയും സ്തോത്രം കണ്ടം ചെയ്യുകയല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. സ്തോത്രം. പലരും അങ്ങനെയാണല്ലോ. നേരത്തെ ഫോൺ വിളിച്ച് സകല ബാക്ക്ഗ്രൗണ്ടുകളും പറഞ്ഞ് സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സ്തോത്രം പിന്നെ അതിനെക്കുറിച്ച് പ്രവചിക്കുന്നത്. അതിനെ ഞാൻ കണ്ടം ചെയ്യുകയല്ല. യേശുവിനോട് ആരും അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല. യേശുവിനെ അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ സാഹചര്യം മനസ്സിലായി.
അവള് വിധവയാണെന്ന് മനസ്സിലായി. അവൾക്ക് ഈ ഏകജാതനാണ് ഈ മരിച്ചു പോയതെന്ന് മനസ്സിലായി. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു നിന്റെ സാഹചര്യങ്ങളെ, എന്റെ സാഹചര്യങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന ഒരു നല്ലവനായ കർത്താവ്, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു നല്ലവനായ കർത്താവ് നമുക്ക് ഇന്ന് രാത്രിയിൽ ഉള്ളതോർത്ത് ആ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ അല്പനിമിഷം ഒന്ന് സ്തുതിച്ചേ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. അവളെ അറിഞ്ഞ കർത്താവിനോട് ആമൻ സ്തോത്രം. യേശുവിനോട് ആരും ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. അവളെ കർത്താവ് അറിഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. അവൾ യേശുവിനോട് പറഞ്ഞില്ല എന്റെ ഏകജാതനാ മരിച്ചു പോയത്, അയ്യോ എനിക്കിനി ആരുമില്ലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. യേശു അവളെ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. കാരണം ഇത് കർത്താവിന്റെ സമയമാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു പ്രവചന ആത്മാവിൽ ഒരു ദൂത് പ്രിയപ്പെട്ടവരുമായിട്ട് കൈമാറുകയാണ്. അവൻ നിന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും, നിന്റെ അവസ്ഥകളെ ആരും അറിഞ്ഞില്ലെങ്കിലും, നിന്റെ സാഹചര്യങ്ങളെ ആരും അറിഞ്ഞില്ലെങ്കിലും, കൂടെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവര് അല്ല, അവൻ സ്തോത്രം, സഭയിലെ പാസ്റ്റർമാര്, ഹല്ലേലൂയ, മറ്റാരും അറിഞ്ഞില്ലെങ്കിലും, പ്രിയപ്പെട്ടവർ അറിഞ്ഞില്ലെങ്കിലും, നിന്നെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ ഉണ്ട്. അവൻ നിന്റെ സാഹചര്യങ്ങളെ മാറ്റി എഴുതുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമായി അവൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ നെഗറ്റീവായിട്ടിരിക്കുന്ന വിഷയങ്ങളെ പോസിറ്റീവ് ആക്കി തീർക്കുവാൻ, നിന്റെ നഷ്ടമായിരിക്കുന്ന വിഷയങ്ങളെ ലാഭമാക്കി തീർക്കുവാൻ അവൻ വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായി തീരും. ഇവിടെ യേശു ആ സ്ത്രീയെ കണ്ടിട്ട് മനസ്സലിയുകയാണ്. അവൻ അടുത്ത് വായിക്കുന്ന യേശു അവളോട് സംസാരിക്കുന്നു. യേശു അവൻ മനസ്സലിയുക മാത്രമല്ല, യേശു അവളോട് സംസാരിക്കുകയാണ്. അമ്മയോട് സംസാരിക്കുന്നു, മരിച്ചവനോട് സംസാരിക്കുന്നു, അമ്മയോട് പറയുന്നു കരയണ്ട. സത്യത്തിൽ യേശു അവളുടെ കണ്ണുനീർ തുടക്കുകയല്ല ചെയ്തത് പ്രിയവരെ. യേശു അവളുടെ കണ്ണുനീർ എങ്ങനെയാ തുടച്ചതെന്ന് അറിയാമോ? സ്തോത്രം, അവളുടെ കണ്ണുനീരിന്റെ വിഷയത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടാ യേശു അവിടെ കണ്ണുനീരിനെ തുടച്ചത്. ഇന്ന് രാത്രി ഒരു കാര്യം മറക്കരുത്, നിന്റെ കണ്ണുനീരിന്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിലേക്ക് കർത്താവ് ഒന്ന് ഇറങ്ങി വന്നാൽ, കർത്താവ് ഒന്ന് എൻട്രി ആയി കഴിഞ്ഞാൽ, അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, ആ വിഷയത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു തൊട്ടു. യേശു തൊട്ടു കഴിഞ്ഞപ്പോൾ ചുമക്കുന്നവർ നിന്നു, മഞ്ചം ചുമന്നു പോയവർ നിന്നു. അവരുടെ പ്ലാനുകളെല്ലാം ഫെയിൽ ആയിപ്പോയി. മഞ്ചം ചുമക്കുന്നവരുടെ പ്ലാൻ എന്തായിരുന്നു? എത്രയും വേഗം ഈ പൈതലിനെ, ഈ ബാലനെ കൊണ്ട് അടക്കുക, അടക്കിയതിനു ശേഷം കയ്യും കാലും മുഖവും കഴുകി വീട്ടിൽ വരിക. സ്വത്രം, ഈ പ്ലാൻ ആയിരുന്നു ചുമന്നുകൊണ്ട് പോയവരുടെ പ്ലാനുകള്. എന്നാൽ ആ പ്ലാനെല്ലാം യേശു ഫെയിലിയർ ആക്കി. യേശു തൊടുകുവാൻ ഇടയായി തീർന്നു. യേശു ടച്ച് ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ വിഷയത്തിന് മേൽ കർത്താവ് തൊടുവാൻ പോകുകയാണ്? യേശുവിന്റെ യേശുവിന്റെ കൈ എന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ലാസ്റ്റ് എങ്ങനെയാണ്? യേശു അവനെ തിരികെ അമ്മയ്ക്ക് കൊടുക്കുന്നു. കുടുംബത്തെ പുനഃസ്ഥാപിച്ചു. ഹല്ലേലൂയ. കുടുംബത്തെ പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്തു. യേശു നൈനിൽ ചെയ്തത് ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നിലും ചെയ്തു. എന്റെ കുടുംബത്തെയും കർത്താവ് പുനഃസ്ഥാപിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനിടയായി തീരും? കർത്താവ് എന്റെ കുടുംബത്തെയും പുനഃസ്ഥാപിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇനിയും അവൻ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. എന്റെ വിഷയത്തെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. എന്റെ വിഷയത്തിലേക്ക് ഒരു എൻട്രി കർത്താവ് ചെയ്യുവാൻ പോകുകയാണ്. ഓ രഖമന വൈഡകന. ഇന്ന് രാത്രി ആത്മാവ് ചിലരോട് ദൂത് പറയുകയാണ്. അവൻ നിന്റെ വിഷയത്തിലേക്ക് കർത്താവ് ഒരു എൻട്രി എൻട്രി വെക്കുകയാണ്. അവൻ തൊടുകയാണ്, അവൻ തൊടുകയാണ്, അവൻ തൊടുകയാണ്. യേശുവിന്റെ നാമത്തില് അവൻ നിന്നോട് സംസാരിക്കുകയാണ്. അവന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇൻഡിസിപ്ലിൻ ആയിട്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ, ഡിസോർഡർ ആയിട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ, ഡിസോർഡർ ആയിരിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അതിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു എൻട്രി എന്റെ വിഷയത്തിൽ ഒന്ന് സംഭവിക്കട്ടെ. ഒരു എൻട്രി എന്റെ വിഷയത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മളെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇത്രത്തോളം സമയം അനുവദിച്ചു എന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക നന്ദിയും അവൻ വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ സഭയെ ഓർത്ത്, അവൻ കുടുംബങ്ങളെ, അവൻ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ആ ദേവദാസൻ ജോസ് പാപ്പച്ചന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം വലിയൊരു പ്രവൃത്തി ആ ദേവദാസനിൽ ചെയ്യുവാൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? തീർച്ചയായും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ആ നയിൻ പട്ടണത്തിലേക്ക് അവൻ എൻട്രി ചെയ്ത് വന്ന കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ പല വിഷയങ്ങളിലേക്ക് എൻട്രി ചെയ്ത് വരുന്നോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഒരു ഉയർത്തെഴുന്നേൽപ്പ് ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് ഞങ്ങൾ ഇടുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേനാൽ ഞങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് തുടച്ചു മാറ്റുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതോർത്ത് സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പ്രത്യേകിച്ച് കർത്താവേ, ഈ അപ്പറും പ്രൈലൈനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. സന്ധ്യ ശുശ്രൂഷക്കായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ് മാത്യുവിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ കർത്താവേ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവനെല്ലാം പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.